ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എളുപ്പം നമുക്ക് ചോറിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇപ്പേരി കൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് കറുവത്ത് കൊണ്ടാണ്. അപ്പോൾ കറുവത്തിൻ്റെ ഇതൊക്കെ പൊളിച്ചങ്ങാണ്ട് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളയുക, എന്നിട്ട് തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കുക. അപ്പോൾ കറുവത്തിന് പലയിടത്തും പല പേരുകളാക്കാരം, പപ്പായ, കർമൂസ, അങ്ങനെയൊക്കെ പല പേരുകളുണ്ടല്ലോ. ഞങ്ങളവിടെ കറുവത്ത് എന്നാട്ട് പറയാം. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി എടുത്തിട്ട് പിന്നെ നമുക്ക് നമ്മളെ അടുത്തൊക്കെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും വീട്ടിൽ നമ്മൾ ഇങ്ങനെ ഉള്ളിയൊക്കെ കട്ട് ചെയ്യണേ, നമ്മൾ വെജിറ്റബിൾ ഇങ്ങനെ കട്ട് ചെയ്യണ സ്ലൈസ് ചെയ്യണ ഇങ്ങനത്തെ സംഭവം ഉണ്ടാവില്ലേ, അതിൽ ആ വലിയ ഇതുമ്മ വെച്ചങ്ങാണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കനം കുറഞ്ഞങ്ങാണ്ട് നമ്മൾ കേബേജൊക്കെ അരിഞ്ഞെടുക്കണ പോലെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ആയാലും നമുക്ക് എളുപ്പമുണ്ട്, വേകാൻ എളുപ്പമായി കിട്ടും ചെയ്യും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഇത് കഴുകിയാൽ പിന്നെ അങ്ങനെ ഒരു വെഴുവെഴുപ്പേക്കാരം. അപ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്യാൻ ഗതികേടേക്കാരം. ഇതൊക്കെ തേങ്ങയാണ് വേണ്ടത്. തേങ്ങ നമ്മൾ കറുവത്ത് എടുക്കുന്നതിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം. പച്ചമുളകൊക്കെ എരിക്കുക അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ചട്ടിക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കറുവത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ചിട്ട് കറുവത്ത് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് എല്ലാതും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുക. വെള്ളമൊന്നും ഒഴിക്കരുത്. വെള്ളമൊക്കെ ഇതിൽ ഇനി ഇങ്ങനെ ഇറങ്ങി വരും. ഇതിന് വേഗമുള്ള വെള്ളം ഇതിന്ന് വരും. അതിന് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. തീ കുറച്ച് വെച്ചങ്ങാണ്ട് അടച്ചു വെക്കുക. കണ്ടോ, ഇപ്പോൾ ഇതാ വെള്ളം വന്നിട്ടില്ലേ. ഈ ഒരു ഇത്തിരി വെള്ളം മതി, ഇത് വെന്ത് വരും. അതുപോലെ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. മൂന്നാല് മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമ്മളതിലത്തെ വെള്ളമൊക്കെ വറ്റി നമ്മളെ കറുവത്ത് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ചാൽ തേങ്ങ ഇട്ട് കൊടുക്കുക. നമ്മളിതൊന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് തീ ഓഫാക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഇതുവരെ കറുവത്ത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാച്ചാൽ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ.